രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ആളോട് പരമ പുച്ഛമായിരുന്നു. പരമ ഇയാൾക്ക് വട്ടാണ്, ഇയാൾ ഭ്രാന്തനാണ്, ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? മെൻസ് കമ്മീഷൻ നടക്കുന്ന കാര്യമാണ്. മെൻസ് കമ്മീഷന്റെ പ്രസക്തി എന്താണ് ചേട്ടാ? ഇന്ന് ഒരാളെ ഏറ്റവും എളുപ്പം നാറ്റിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാളെ ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഒരു മൊളസ്റ്റേഷൻ പരാതി എന്ന് പറയുന്നത്. ഹൗ മെനി ഗേൾഫ്രണ്ട്സ് ഡു യു ഹാവ്? ഗേൾഫ്രണ്ട്സ് ഒരുപാടുണ്ട്, റിലേഷൻഷിപ്സ് അങ്ങനെ ഇല്ല. അപ്പോൾ ചേട്ടൻ്റെ ഒരു മെയിൻ ഇൻകം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന ഒരു സോഴ്സ് എവിടുന്ന? കള്ള് വെച്ചോളാം. എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹുക്ക് ഇടാറുണ്ട്. ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരെയല്ല. നിവിൻ പോളി ആ പെൺകുട്ടിക്കെതിരെ പരാതിപ്പെട്ടിട്ട് കേസ് എടുത്തിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അയാളെ വ്യാജ കേസിൽ കൊടുക്കാൻ നോക്കി, എന്നിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഷീസ് ഫ്രീ നോ. ഇപ്പോൾ കുട്ടികൾ 6 മാസം ഒളിവിലായിരുന്നു. പുള്ളിക്ക് വരാത്ത അസുഖമൊന്നുമില്ല. പുള്ളി ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ 2-3 പ്രാവശ്യം സൂയിസൈഡിന് ശ്രമിച്ചു. അങ്ങനെ പല ഇൻസിഡൻറ്റ് ഉണ്ടായി. ദൈവഭാഗ്യം അയാളെന്ന് ജീവിച്ചിരിക്കുന്നു. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വ്യാജ കേസൊന്നും നിങ്ങൾ ആരും ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ധൈര്യമായിട്ട് വിളിച്ചോളൂ നമ്മളെയൊക്കെ. നമ്മൾ പേഴ്സണലി ഒന്ന് സഹായിച്ചു തരുത്. ആരും നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത്. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ തോറ്റു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, എക്സ്ചേഞ്ചസ് ആൻഡ് മോർ ഓൺലി അറ്റ് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ, ഇൻസ്റ്റഗ്രാം ആണോ ഫേസ്ബുക്ക് ആണെങ്കിലോ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ റീലോ ആഡ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കോണ്ടൻറ്റോ കാണാത്ത ഒരു ദിവസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, മുകേഷ് M. നായർ. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ശ്രീ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ ഇപ്പോഴത്തെ വിശേഷം ഞാൻ പറയണോ? ഇപ്പൊ പോയിട്ട് വന്നത്? അത് വേണ്ട. ഇല്ലല്ല, അത് സർപ്രൈസ് ആയിട്ടിരിക്കാം, നമുക്ക് പൊട്ടിക്കണ്ടല്ലേ. ഓക്കെ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ചേട്ടാ? എന്തൊക്കെയുണ്ട്? ഗംഭീരമായിട്ട് പോകണം. വളരെ നന്നായിട്ട്. നമ്മള് കുറേ റീൽസ് ഒക്കെ ചേട്ടനെ കാണുമല്ലോ. അപ്പൊ നമ്മുടെ ഓഡിയൻസിനൊക്കെ അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ചേട്ടൻ റിലേഷൻഷിപ്സിനെയൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? റിലേഷൻഷിപ്സ് എപ്പോഴും നല്ലതാണ്. റിലേഷൻഷിപ്സ് വിത്തൗട്ട് എനി കണ്ടീഷൻസ് ആണ് എപ്പോഴും നല്ലത്. വിത്തൗട്ട് എനി കണ്ടീഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അതെ അതെ. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുമല്ലോ, 2 countries സിനിമയ്ക്കകത്താന്ന് തോന്നുന്നു. ഇങ്ങനെ ദിലീപേട്ടൻ പറയുമല്ലോ, ഹൗ മെനി ഡാഡീസ് ആൻഡ് മമ്മീസ് ഡു യു ഹാവ്? ഐ വോണ്ട് എ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുമല്ലോ. അതുപോലെ ഹൗ മെനി ഗേൾ ഫ്രണ്ട്സ് ഡു യു ഹാവ്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. റിലേഷൻഷിപ്സ് അങ്ങനെ ഇല്ല. അങ്ങനെയില്ല. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമ്മൾ കുറേ കൊളാബറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൊളാബറേഷൻസ് വീഡിയോസ് കാണാറുണ്ട്. ചേട്ടൻ ആഡ്സ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മെയിൻ ഇൻകം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന ഒരു സോഴ്സ് എവിടുന്ന? കള്ള് വെച്ചോളാം. കള്ള് കച്ചവടം തന്നെ. ഓക്കെ. മീൻസ് ഞാനൊരു യൂറോ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുണ്ട്, യൂറോമാക്സ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആംസ്റ്റർഡാമിൽ നിന്ന് ലിക്കർ UAE ചെയ്യുന്നൊരു കമ്പനിയാണ്. അതിൻ്റെ CEO ആണ്, ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തോട് ഒരുമിച്ചിരിക്കുന്ന ഒരു സാധനം, തുറുപ്പൂലായിരുന്നു അതിന്. അത് നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവന്ന് UAE വിൽക്കുന്നു. അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നു. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ സോഴ്സ് ഓഫ് ഇൻകം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. എരീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, സൊഹൻഡ്രോ സിയാട്ടിൽ, അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്നു 10 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ബ്രാൻഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ആണ് ഈ ലിക്കറിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ. ഞാനങ്ങനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇന്ന് കേരള സംസ്ഥാനം നിലനിന്ന് പോകുന്നത് ഈ ഒരൊറ്റ വ്യവസായത്തിൽ മാത്രമാണ്. ഇതും ലോട്ടറിയും. പിന്നെ ലോട്ടറിയും മദ്യവും ബന്ധപ്പെട്ട് കിടക്കുന്ന 2 മേഖലയാണ്. ലോട്ടറി ആണെങ്കിൽ നമ്മൾ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ല. മദ്യം പക്ഷേ എടുത്താൽ നമ്മൾ അടിക്കും, ഉറപ്പാണല്ലേ. അടിക്കാതിരിക്കാൻ പറ്റൂല, എപ്പോഴായാലും പൊട്ടിച്ചല്ലേ പറ്റും. ലോട്ടറി പക്ഷേ നമുക്ക് ഉറപ്പില്ലാത്ത സാധനമാണ്. അടിച്ചില്ലെങ്കില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കേരള സംസ്ഥാനത്തിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. ലോട്ടറി നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു മദ്യത്തിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പുതുതായിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരുപാട് ലിക്കേഴ്സ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളക്ഷൻസ് എനിക്ക് UAE സ്വന്തമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് ബാറൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കല്ല, സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എവിടേക്കോ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായതുകൊണ്ട്
അതിലോട്ട് അങ്ങ് ഇറങ്ങി, അത്രേ ഉള്ളൂ. ചേട്ടൻ ലിക്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മൂവി വേൾഡിൽ ചേട്ടൻ ഒരു ഇന്റർവ്യൂ തന്ന സമയത്ത് JD കുറിച്ച് പറഞ്ഞു. അതായത് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഡ്രിങ്ക് ജാക്ക് ഡാനിയലാന്ന് പറഞ്ഞു. ഇപ്പോഴും ഓക്കെ. അപ്പോൾ JD കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിരുന്നു JD ഹണി മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് ചേട്ടനായിരുന്നു ഫസ്റ്റ് അത് ചെയ്തത്. അത് കണ്ടിട്ടാണ് ജാക്ക് ഡാനിയൽ JD ഹണി എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സംഭവം ഇറക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറേ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ. ചേട്ടൻ അത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു, തീർച്ചയായിട്ടും. ഈ ജാക്ക് ഡാനിയൽസ് ഹണി ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലായിരുന്നു. JD വെബ്സൈറ്റിൽ പോകുമ്പോൾ അറിയാം, ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തത് ഓഫ് കോഴ്സ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. കാരണം JD എന്ന് പറഞ്ഞ ബ്രാൻഡ് അന്ന് ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 2015 ആ ഒരു സമയത്താണ് യൂട്യൂബിൽ അന്ന് ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് അത്രയും ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം എത്ര സെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ഇത് വരുന്നത്. അതിന് 2011-ലോ 12-ലോ ഇവർ ലോഞ്ച് ചെയ്തിട്ട് അത്രയും സക്സസ് ആവാതിരുന്നൊരു സാധനമായിരുന്നു JD ഹണി. പക്ഷേ ഇതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു ബൂം വന്നു. അത് ആ ഒരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൂടുതൽ സെയിലിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് സെയിൽ നോക്കുമ്പോൾ പറയാൻ പറ്റും. കാരണം ഡിയാജിയോ എന്ന് പറഞ്ഞൊരു കമ്പനി, അങ്ങനെ പല കമ്പനീസാണ് ജാക്ക് ഡാനിയൽസ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഈ ഒരു സെയിൽസിലെ ഒരു ബൂം, ജാക്ക് ഡാനിയൽസിൻ്റെ പേര് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയും, അത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വേൾഡ്സ് ടോപ്പ് സെല്ലിംഗ് വൺ ഓഫ് ദ ബ്രാൻഡാണ് നമ്മളുടെ തുറുപ്പൂലാൻ. ആ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടും സിഒയായിട്ടും എനിക്കിപ്പോൾ ഇരിക്കാൻ പറ്റുന്നത് ആ JD എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ നമ്മൾ അത്രയും പോപ്പുലറൈസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ദേ ക്യാൻ ഔട്ട് സം അതർ പീപ്പിൾ. മനസ്സിലായല്ലേ എന്തുകൊണ്ട് നമ്മൾ തന്നെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടിരിക്കുന്നത്? അപ്പോൾ അത്തരം രീതിയിലേക്ക് ഇത് കൊണ്ടുവരും. പിന്നെ ട്രോള് വരുന്നത് എനിക്കെപ്പോഴും ട്രോൾ ഇഷ്ടമാണ്. ആ ഇൻ്റർവ്യൂ ഇത്രയും സക്സസ് ആവാനുള്ള കാര്യം ആ ഒറ്റ സാധനമാണ്. ഞാൻ എപ്പോഴും ആ പോസിറ്റീവാണ്. അത് എൻ്റെ ഹുക്കാണ്. ആ ഇൻ്റർവ്യൂ ഹിറ്റാവാൻ വേണ്ടിയിട്ടുള്ള ഇത് കണ്ട മണ്ടന്മാർ അതിനെന്ത് ചെയ്യും, ആ ഹുക്കിനെ എടുത്തിട്ട് വൈറലാക്കും. അപ്പോഴത്തേക്ക് കാണാത്തവരെ ഇൻ്റർവ്യൂ കാണും. അപ്പം നിങ്ങൾക്കും പൈസ, എനിക്കും പൈസ, എല്ലാവരും ഹാപ്പി. തീർച്ചയായും എൻ്റെ ഹുക്കാണ്. എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹുക്ക് ഇടാറുണ്ട് എല്ലാ വീഡിയോയിലും. അതാണ് എൻ്റെ വീഡിയോസ്. അപ്പോൾ അത് ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ഫേസ്ബുക്ക് വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ, എൻ്റെ മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എല്ലാം നോക്കിയാൽ എൻ്റെ ഈ റിട്ടൻഷൻ റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ഞാനൊരു 3000 to 4000 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ 99.9% മില്യൺ റീച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ അതിൽ താഴെയുള്ള വീഡിയോസ് വളരെ കുറവാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഹുക്കുകളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 1 രൂപയ്ക്ക് ഐഫോൺ കിട്ടുമെന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ 1 രൂപ അടച്ചിട്ട് ബാക്കി EMI ആയിട്ട് അടയ്ക്കണം. യഥാർത്ഥത്തിൽ 1 രൂപയ്ക്ക് ഐഫോൺ കിട്ടും, എന്നാൽ കിട്ടും. അതിൻ്റെ അകത്ത് പക്ഷേ ആൾക്കാരൊന്ന് നെഗറ്റീവ്, അത് 1 രൂപയ്ക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അത്തരം നെഗറ്റീവ് കമൻസിൻ്റെ പേക്ക് വേറെ കമൻസ് വരും. ചിലപ്പോൾ തെറിവിളികൾ വരാം, ചിലപ്പോൾ നല്ല കമൻസ് വരാം, അയാൾ അങ്ങനെയല്ലോ പറഞ്ഞിരിക്കും. അപ്പോൾ ഇതെല്ലാം സമ്മിശ്രിതമായിട്ടുള്ള വരുമ്പോഴത്തേക്ക് ഈ ഒരു അലഗരിതം വർക്കാവും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അലഗരിതം വർക്കാവും. ഇതുപോലുള്ള ജാക്ക് ഡാനിയൽസ് പോലുള്ള ചില സാധനങ്ങൾ ഇടുമ്പോൾ ഇവർ ഇട്ടിട്ട് മുകേഷ് അമ്പനാരെ #ഹാഷ്ടാഗ് ചെയ്യും, മെൻഷൻ ചെയ്യും. അതിലൂടെ എൻ്റെ റീച്ച് കൂടും. അത്രേ ഉള്ളൂ. അത്തരം മണ്ടന്മാർക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അവരതിനെടുത്ത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി തരും. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് പൈസ ചിലവാകുന്നുള്ള കാര്യമല്ലല്ലോ. ഓക്കെ. ചേട്ടാ, ബാക്കിയുള്ള ലിക്കറിൽ നിന്ന് ജാക്ക് ഡാനിയലിനെ ചേട്ടൻ കണ്ട ഒരു പ്രത്യേകത എന്താണ്? ജാക്ക് ഡാനിയൽസ് കാണാൻ ഞാൻ ടെന്നസിയിൽ അവരുടെ ഇവിടെ പോയിട്ടുണ്ട്, ഡിസ്റ്റിലറീസ് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വിസിറ്റൊക്കെ ചെയ്തുകൊണ്ട് അതിനോടൊരു പിന്നെ അവിടെ പോയി ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ടേസ്റ്റ് എന്താണ് ബാക്കിയുള്ളത്? ചാർക്കോൾ മെലോഡാണ് ആ ഒരു ടേസ്റ്റ്, ചാർക്കോൾ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നെ ഈ ഒരു നമ്മളെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് അത് വിട്ട കാര്യമാണ്. ഭയങ്കര വൈറലായി കേട്ടോ എന്ന് പറഞ്ഞിട്ട് സുമേഷ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ സുമേഷിനോട് ഈ ഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുമേഷിന് അറിയാം ഇത് ഞാൻ സുമേഷായിട്ടുള്ള ഇതാണ്, പ്ലാനിങ് ഹുക്കാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ സാധനം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്ത് ഇട്ടാൽ എല്ലാവരും ഇൻ്റർവ്യൂ കയറി കണ്ടോളൂ. എനിക്കറിയാം അത് ആൾക്കാർ ഏറ്റെടുക്കും. ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഹുക്ക് പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ഇപ്പം ഇതിൽ പറഞ്ഞ ഇത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഏതൊക്കെ സാധനങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ അതെല്ലാം കട്ട് ചെയ്താണ് പ്രൊമോ പോലും ഉണ്ടാക്കിയത്. സോ ചേട്ടാ, നമുക്കിനി കുറച്ചും കൂടെ റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഈ മെൻസ് കമ്മീഷനിലുണ്ടല്ലോ ചേട്ടൻ. അപ്പോൾ നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യം എന്ന് പറയുമ്പം പാട്രിയാർക്കലായിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മളിപ്പം ഗൂഗിളിലോ ജെമിനയിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 87% പുരുഷന്മാരാണ് കുടുംബം കൊണ്ടുപോകുന്നത് മുമ്പോട്ടേക്ക്. അപ്പം ഇങ്ങനെ പാട്രിയാർക്കലായിട്ടുള്ളൊരു രാജ്യത്ത് മെൻസ് കമ്മീഷൻ്റെ പ്രസക്തി എന്താണ് ചേട്ടാ? ആക്ച്വലി ഒരൊറ്റ വ്യാജ പോക്സോ കേസ് അതിലൂടെ ഉണ്ടായ സാധനമാണ് ഈ മെൻസ് കമ്മീഷൻ. അത് ജാക്ക് ഡാനിയൽസിൻ്റെ അതേ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. കാരണം മുകേഷും ഒരുപാട് വ്യാജ കേസുകൾ ഉണ്ടാകാറുണ്ട്.
ഞാൻ ദുബായിലുള്ള സമയത്ത് ഒരു വ്യാജ കേസ് വരുന്നു. അപ്പോഴത്തേക്ക് അതുവരെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ആളോട് പരമ പുച്ഛമായിരുന്നു എനിക്ക്, സത്യം. പരമ ഇയാൾക്ക് വട്ടാണോ, ഇയാൾ ഭ്രാന്തനാണോ, ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്, മെൻസ് കമ്മീഷൻ ഇയാൾ നടക്കുന്ന കാര്യമാണോ? പുള്ളിയോട് തന്നെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അണ്ണാ നിങ്ങൾക്ക് വേറെ ജോലിയില്ലെന്ന്. ആ ആളെടുത്ത് സഹായം ചോദിച്ചു പോകേണ്ടി എനിക്ക്. കാരണം പുള്ളി എന്നെ വിളിച്ചു, മുകേഷ് ഇങ്ങനൊരു ഇഷ്യൂ, ഇങ്ങനെ സംഭവം ഫേക്കാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മളെ വീഡിയോ എന്ന ക്യാമറാമാൻ്റെ പേര് എന്താണ് മോനെ? അരുൺ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ഏകദേശം 7:15. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്കെതിരെ ഇതേ സമയത്ത് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി കേസ് കൊടുക്കും. എക്സാമ്പിൾ പറയാണ്, എന്താണ് കേരള പോലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ FIR ഇടും. നിങ്ങളിവിടെയാണെന്ന് ഇവിടെ CCTV ഉണ്ട്, തെളിവുണ്ട്, ഇതേ ഈ കുട്ടിയുണ്ട്, ആ കുട്ടിയുണ്ട്, നിങ്ങളുടെ മൊബൈൽ റേഞ്ച് ഇവിടെയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കേരള പോലീസ് കേസെടുത്ത് FIR ഇടും, അന്വേഷണം തുടങ്ങും. കേസെടുത്ത് FIR ഇടുമ്പോൾ തന്നെ വാർത്തയായി. മൂവി വേൾഡ് മീഡിയയിലെ ക്യാമറാമാൻ 10ാം ക്ലാസ് പെൺകുട്ടിയെ എന്താണെന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ് വാർത്ത വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിരപരാധി നിങ്ങൾ തെളിയിക്കും. ഓഫ് കോഴ്സ് നിങ്ങളിവിടെ ആണല്ലോ, വ്യാജ പരാതി വ്യാജ കേസാണല്ലോ. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു? നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈഫ്, നിങ്ങളുടെ നാട്ടിലുള്ള ഇമേജ്, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇമേജ്, വളരെ ചുരുക്കം ഇത്രയും പേർക്കെല്ലാം അറിയാമോ നിങ്ങളിവിടെ ഉണ്ടെന്ന്, ബാക്കി എല്ലാവർക്കും അറിയാമോ? അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിക്ടിം എന്ന് പറയുന്നവർ പോലെ തന്നെ കുറ്റാരോപിതനും ആ ഒരു പ്രൈവസി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറയരുത്, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കുന്നവരെ, ഒരാൾ കുറ്റം തെളിയിക്കുന്നവരെ കുറ്റാരോപിതൻ മാത്രമാണ്. ഇപ്പോൾ എനിക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ വന്ന സമയത്താണ്, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കാശ് ചോദിച്ചതിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നു. ലക്കിലി എൻ്റെ വണ്ടിക്കകത്ത് ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് വണ്ടിയിലിരുന്ന് ഞാൻ കോൾ എടുത്തതുകൊണ്ട് കുട്ടിയും അമ്മയും ചോദിക്കുന്നതിൻ്റെ ഓഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആൻറ്റിസിപ്പേറ്റ് കിട്ടി. എൻ്റെ കേസ് ഞാൻ നിരപരാധി കൊണ്ട് പോലീസ് കോടതി റിപ്പോർട്ടും കൊടുത്ത് കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് ചെയ്താൽ മതി, വെരി സൂൺ അത് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. 100% ഐ എം ഡാം ഷുവർ, ബിക്കോസ് ഐ ട്രസ്റ്റ് ഇൻ ലോ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ വേറെ ഒരാൾക്കും ഇനി ഉണ്ടാവരുതെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോക്സോ കേസ് എനിക്കൊരു ലോട്ടറിയാണ്. കാരണം ആ കേസ് കൊണ്ട് എനിക്ക് ആ ഒരു കേസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇന്ന് ഡൽഹിയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മെൻസ് കമ്മീഷൻ്റെ ബില്ല് ആം ആദ്മി പാർട്ടിയിൽ ഒരു MP അവതരിപ്പിച്ചു. അപ്പം അതിനൊപ്പം മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് എനിക്കും രാഹുലിനും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇറ്റ്സ് എ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എ ഫേക്ക് കേസ് അഗെയിൻസ്റ്റ് മീ. അപ്പം ഇനി എനിക്കെൻ്റെ കേസ് ഞാൻ നിരപരാധി എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് വന്നു, ക്ലീൻ ചിറ്റ് കിട്ടി, പക്ഷേ എൻ്റെ കാര്യം തീർന്നു. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇനി നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ള വീട്ടിലുള്ളവരുടെ അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ ഒക്കെ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ ആരും ഇനിയും ഇതുപോലെ താറടിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് ഞാനും രാഹുലും മുന്നോട്ട് വരുന്നത്. ചേട്ടാ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 87% പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷൻ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ മെൻസ് കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ വരുമ്പോൾ അത് കുറച്ചും കൂടെ പാട്രിയാർക്കിയൽ പവർ എൻഹാൻസ്മെന്റ് അല്ലേ? അല്ല, മൊത്തത്തിൽ ഓവറോൾ നമ്മുടെ രാജ്യത്തിൽ അതൊരു പാട്രിയാർക്കിയൽ, പിന്നെയും പാട്രിയാർക്കി കൂടുതലല്ലേ, പവർ എൻഹാൻസ്മെന്റ് അല്ലേ അവിടെ വരുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു പവർ എൻഹാൻസ്മെന്റിന് അപ്പുറം മാരീഡാണോ ശ്രീനിധി? അല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ ചേട്ടനും ഉണ്ട്. താങ്കളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? താങ്കൾ ആരെ സമീപിക്കും? താങ്കൾക്കറിയാം അവർ നിരപരാധിയാണെന്ന്, താങ്കൾ ആരെ സമീപിക്കും? എന്ത് ചെയ്യും? അല്ല, നിരപരാധിയാണെന്നുണ്ടെങ്കിൽ കേസ് നടക്കട്ടെ. ഒരിക്കലും ഇല്ല, ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ തെളിവുകളുണ്ടാവും, പക്ഷെ ആദ്യം FIR ഇട്ട് പോലീസ് കസ്റ്റഡി എടുക്കും. FIR എഴുതുന്നതിന് മുമ്പ് സാഹചര്യ തെളിവുകൾ, പോക്സോ എന്ന് പറഞ്ഞൊരു വകുപ്പ് വന്നു കഴിഞ്ഞാൽ FIR എടുത്തിരിക്കും, പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കും. മിനിമം 90 to 120 days. റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ആണ് എൻ്റെ കേസിൽ വന്നത്. കാരണം എൻ്റെ ഭാഗത്ത് ഇത്രയും തെളിവുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടും, പിന്നെ എനിക്കെതിരെ ഇത് പ്ലേ ഔട്ട് ചെയ്തത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊപ്പഗൻഡസ് ആൾക്കാരാണെന്ന് അവർ തന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിന് അത് ഇത് ചെയ്യുന്നു. അവർ കാണിച്ച മണ്ടത്തരങ്ങളിൽ നമ്പർ 1 അതാണ്, ഇങ്ങനൊരു സാധനം വരാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ദുബായിലാണ്, UAE ലാണ്. അപ്പം ഈ ഒരു സംഭവം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ കോർണർ ചെയ്യപ്പെടുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, ഇത് കേസ് എന്തായാലും ആവുമെന്ന് അറിയാം. കാരണം ഐ ആം എ ലോ സ്റ്റുഡൻറ്റ്, ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ലോ. ആ സമയത്ത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് കയറുകയാണ്, ഫൈനൽ ഇയർ ആണ്.
അപ്പം തുടക്കക്കാരനാണെങ്കിലും എനിക്ക് അറിയാം. ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കേസ് വന്നപ്പം ഈ പോക്സോയെ പോലും പോസ്കോ എന്ന് കളിയാക്കിയാണ് പറയുന്നത്. കാരണം ഇത് പ്രിട്ടൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസ് എന്നാണ് പറയുന്നത്. അതാണ് പക്ഷേ അതായത് പ്രിവെൻഷൻ ഓഫ് ഈ ഒരു ചിൽഡ്രൻ്റെ കയ്യിലുള്ള ക്രൈമാണ്. പക്ഷേ നമ്മളത് തിരിച്ച്, കാരണം അത്തരം ലാഘവത്തോടെയാണ്. ആ ഒരു ആക്ടിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇന്ന് ലോകത്തിൽ ആദ്യമായിട്ട് മിസ്യൂസ് ഓഫ് പോക്സോ ആക്ടിനെ കുറിച്ചിട്ടുള്ള പേപ്പർ പ്രസൻറ്റ് ചെയ്ത ലോ സ്റ്റുഡൻറ്റ് ഞാനാണ്. അത് ശ്രീലങ്കയിൽ കൊളംബോയിൽ പോയിട്ട് കേരള ലോ അക്കാഡമി റെപ്രസെൻറ്റ് ചെയ്ത് കോളേജിൽ നിന്ന് അയച്ചാണ്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയി ഒരു പേപ്പർ എഴുതിക്കൊണ്ട് കൊളംബോ യൂണിവേഴ്സിറ്റി കൊടുത്തതല്ല. എൻ്റെ പേപ്പർ അത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അത് ഇനി ഒരു നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന ഒരു പുസ്തകമായി മാറും. അത് കൊളംബോ യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊളംബോ യൂണിവേഴ്സിറ്റിയും കേരള ലോ അക്കാഡമിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മിസ്യൂസ് ഓഫ് ദീസ് മച്ച് ആക്ട്സ് ഉണ്ട്, പല ആക്ടുകളുണ്ട്. ഇപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത് ചിൽഡ്രൻസിനെതിരെയുള്ള ഒരു സെക്ഷൽ ഒഫൻസും ക്രൈംസും തടയാൻ വേണ്ടില്ല. അതിൻ്റെ മിസ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട്. എവിടേക്ക് നടക്കുന്നു? കൂടുതലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അച്ഛൻ മോളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവിടെ പിടിച്ചു എന്ന് പറഞ്ഞ് ഡിവോഴ്സ് കേസ് വിൻ ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു നമ്പറുള്ള ഒരെണ്ണമാണ് അത്. കോടതിയാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട 5000-ഓളം കേസിൽ 4098 വ്യാജ പോക്സോ കേസുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, മിനി എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഡേറ്റയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നതാണ്. ഞാനിതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പഠിച്ച് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഈ പോക്സോ എന്ന് പറയുള്ളൊരു സാധനം വളരെ എളുപ്പത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഇരുന്ന ക്യാമറാമാൻ്റെ എക്സാമ്പിൾ, അയാളോട് വൈരേഖകൾ ആരെങ്കിലും, ഓഫ് കോഴ്സ് പുള്ളി പാവപ്പെട്ടവർ, പുള്ളി ഞാൻ നിരപരാധിയില്ലേ, സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ വിളിക്കും, പുള്ളി ചെല്ലും, മൊഴിയെടുത്തിട്ട് അപ്പം തന്നെ അത് അറസ്റ്റ് ചെയ്യപ്പെടുത്തും, നേരെ കസ്റ്റഡി വിടുമ്പോൾ കൊണ്ട് ജാമ്യത്തിന് ചെല്ലുമ്പോൾ ജഡ്ജി പറയും, നമുക്ക് 14 ദിവസം റിമാൻഡ്. അപ്പോഴത്തേക്ക് 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോലീസ് വീണ്ടും നമുക്കൊരു 14 ദിവസം കസ്റ്റഡി വേണം. ഓക്കെ, വീണ്ടും കൊടുത്ത് പിന്നെ വീണ്ടും ജില്ലാ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പം ജില്ലാ കോടതി ഹൈക്കോടതി പോകാൻ പറയും. കൂട്ടിക്കൽ ചെയ്തെന്ന് ഒരാൾ 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വ്യാജ പോക്സോ കേസിന് ജാമ്യം കിട്ടിയത്. ഒരു സ്വത്ത് റൈവലറി പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ എനിക്ക് അതിന് ഡീറ്റെയിൽസ് പുറത്തു വരാൻ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി സുപ്രീം കോടതി ജാമ്യം കൊടുത്തു, മുൻ കാൻസിൽ വിട്ടു. അപ്പോൾ പുള്ളി 6 മാസം ഒളിവിൽ താമസിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ലക്കിയാണ്. ഈ ഒരു കേസ് വന്നതുകൊണ്ട് എൻ്റെ കരിയറിനെ 1% പോലും അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഒരു സ്കൂൾ നമ്മുടെ പ്രവേശനോത്സവത്തിന് പോലും എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ പ്രവേശനോത്സവത്തിന് ഒരു പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ എന്തിനു വിളിക്കണം? ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന് അപ്സ്റ്റെയർ വേക്കൻ്റാണ്, അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച ആൾക്കാരുടെ അവർ വിശ്വസിക്കുന്നുണ്ട് മുകേഷ് നായർ ഈസ് സച്ച് എ നോബിൾ പേഴ്സൺ എന്ന് വിശ്വസിക്കുന്നുണ്ട്. പിള്ളേർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. അതിന് ആ പ്രിൻസിപ്പൾ ശിക്ഷാ നടപടി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തേ പറ്റും. അദ്ദേഹത്തോട് നമ്മൾ അതിൻ്റെ അകത്ത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അത്തരം സ്കൂളുകൾ പോലും വിശ്വസിച്ച് ഒരു പ്രവേശനോത്സവത്തിന് പോലും ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിലോ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊമോഷൻ ജോലികളിലോ, അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ, എൻ്റെ ഡെയിലി ലൈഫിലോ 1% പോലും ഈ ഒരു കേസ് ബാധിച്ചിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. സംബഡി മേ സൂയിസൈഡ്. ഇപ്പോൾ ചിലർ എനിക്കറിയാമെന്നുള്ളൂ. ഇപ്പോൾ കുട്ടികൾ 6 മാസം ഒളിവിലായിരുന്നു. പുള്ളിക്ക് വരാത്ത അസുഖമൊന്നുമില്ല. പുള്ളി ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ 2-3 പ്രാവശ്യം സൂയിസൈഡിന് ശ്രമിച്ചു. അങ്ങനെ പല ഇൻസിഡൻറ്റ് ഉണ്ടായി. ദൈവഭാഗ്യം കൊണ്ട് അയാളെന്ന് ജീവിച്ചിരിക്കുന്നു. അയാൾ നാളെ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ, പൂർണ്ണമായി തെളിയിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞവരൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് പോസ്റ്റ് സത്യം പറഞ്ഞാൽ കുട്ടികളിനെതിരെ ഇങ്ങനെ പോക്സോ കേസ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പോലും താഴെ പോയി കമൻറ്റ് ചെയ്തു. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുള്ളി നിരപരാധിയാണ്. അപ്പം ഈ കമൻറ്റ് നമ്മൾ ആരായി എന്നുള്ളതാണ്. അവനവൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കേസുകൾ വരുമ്പോഴേ അവനവൻ അറിയാൻ പറ്റും. പിന്നെ വരുന്ന ആൾ ഇച്ചിരി ഒരു പോപ്പുലർ ആണെങ്കിൽ, പിന്നെ അങ്ങനെ ഒരു ആളാണെങ്കിൽ അയാളെ എല്ലാവരും തിരിച്ചറിയും. പെട്ടെന്ന് ആ ഒരു വാർത്ത സ്പ്രെഡ് ചെയ്യും. അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെക്ലാച്ചി, അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം ഭാഷയിൽ ഡെക്ലാച്ചി എന്ന് പറഞ്ഞാൽ ലോക്കൽ ഒരു കണ്ണാപ്പി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ മേ ബി അത് ചെറിയൊരു ഓൺലൈൻ വാർത്തയിൽ ഒരു ചെറിയൊരു കാർഡായിട്ടൊക്കെ പോകും. പക്ഷേ അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള, അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരാൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെതിരെയാണ് വരികയാണെങ്കിൽ അതൊരു എൻ്റെ നാഷണൽ ചാനൽ വരെ ന്യൂസ് വന്നു. ഞാൻ ഇന്ത്യ ടി വി എന്ന് പറഞ്ഞ നാഷണൽ ചാനലാണ് വർക്ക് ചെയ്തത് 10 വർഷം. ആ ചാനലിൽ വരെ ന്യൂസ് വന്നു. അവിടുത്തെ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ രജത് ശർമ്മ, നമ്മുടെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള AB വാജ്പേയിയുടെ പ്രൈം മിനിസ്റ്ററുടെ സമയത്ത് മീഡിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എനിക്ക് ന്യൂസ് എടുത്തയച്ചു തന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ MD എനിക്ക് എടുത്തയച്ചു തന്നു. മുകേഷ്, ഐ ബിലീവ് ഇറ്റ്സ് ഫാൾസ് ന്യൂസ് ബട്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് അവസാനം അയച്ചു തന്നു. അപ്പം അത്തരം രീതിയിലേക്ക് എൻ്റെ ന്യൂസ് പോലും അത്രയും നാഷണൽ, ഇനി എനിക്കൊന്ന് BBC മാത്രമേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയല്ല അത്രയും നാഷണൽ ന്യൂസായിട്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് നമ്മുടെ റിപ്പബ്ലിക്, CNN, IBN, ടൈംസ് നൗ, മേജർ
നാഷണൽ ചാനൽസ് എല്ലാം വാർത്ത കൊടുത്തു, ഇവിടുത്തെ റീജിയണൽ ചാനൽസ് എല്ലാവരും കൊടുത്ത്, ലോക്കൽ മീഡിയാസ് മുതൽ എല്ലാവരും, യൂട്യൂബേഴ്സ് വരെ അതിട്ട് കാശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മുകേഷ് നായർക്ക് എതിരെയുള്ള കേസ് പോലീസ് പോക്സോ ചാർജസ് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി റിപ്പോർട്ട് ചെയ്തപ്പോൾ 1-2 ചാനൽ മാത്രമേ കൊടുത്തുള്ളൂ. വെരി താങ്ക്ഫുൾ. ഏഷ്യനെറ്റ്, ന്യൂസ് 18 അങ്ങനെയൊക്കെ 2-3 ചാനൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ വാർത്ത. അത് വലിയ പ്രാധാന്യത്തോടൊന്നും അവർ കൊടുത്തില്ല. അതൊരു ഔദാര്യം പോലെ അവർ ഒരു ചെറിയ കാർഡ് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലിട്ടത് വലിയ വാർത്തയാക്കി മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം ഇതാണ് സിറ്റുവേഷൻ. സിറ്റുവേഷൻ മാറണം. വേറെ ആർക്കും അതുപോലെ അതുകൊണ്ട് ഈ ഒരു മിഷൻ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ നാളെ ഒരു മെൻസ് കമ്മീഷൻ വന്നാൽ ഒരു വലിയ എന്താ പറയുക വിപത്താവുമോ എന്നൊന്നും. അപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത് അതായത് പുരുഷന്മാർ ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ വ്യാജ കേസുകൾ ഞാൻ എപ്പോഴും നിരപരാധികളോടൊപ്പമാണ്. കാരണം നിയമമാണ് അൾട്ടിമേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇതുപോലുള്ള വ്യാജ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുമ്പോഴോ കൊടുക്കുന്ന വ്യാജ പോക്സോ കേസുകളുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നത്, ജെനുവിനായിട്ട് വരുന്ന ഒരു സാധാരണക്കാരൻ്റെ എത്രയോ കേസുകൾ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. പോക്സോ കേസ് മീൻസ് ഒരു ബസ്സിൽ വെച്ചിട്ട് വിദ്യാർത്ഥി കയറി, പോലീസ് ഇതിൽ 100 കേസാണ് വരുന്നത്. ഇതിൽ ഏത് വ്യാജമാണ് ഏത് സത്യമാണെന്ന് പോലീസിന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കേസ് വരുമ്പോൾ അവർക്ക് FIR ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ജെനുവിനായിട്ട് വരുന്ന പല കേസുകൾക്കും നീതി കിട്ടില്ല. അത് പക്ഷേ സെലിബ്രിറ്റി ലെവലിൽ അല്ലെങ്കിൽ ഇച്ചിരി ഒരു സൊസൈറ്റിയിൽ വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ വരുന്ന കേസുകൾക്ക് വളരെയധികം വാർത്താ പ്രാധാന്യം നമ്മൾ മാധ്യമങ്ങൾ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നത് സാധാരണക്കാരന് നീതി കിട്ടാതെ പോകുന്നുള്ളതാണ്. എല്ലാവരും ഹൈ പ്രൊഫൈൽ കേസിൻ്റെ പുറകെയാണ്. ഈ മീഡിയ എല്ലാം ക്യാമറയും കൊണ്ട് ഓടുന്നത് ഹൈ പ്രൊഫൈൽ കേസിൻ്റെ പുറകെയാണ്. ഒരു സാധാരണക്കാരൻ്റെ മകൾ റേപ്പ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ടുണ്ടായി, അവൻ്റെ മോളെ ബസ്സിൽ വെച്ച് ഒരാൾ ശല്യപ്പെടുത്തി, അതും പോക്സോയാണ്. വെർബലി സംസാരിച്ചു, അതും പോക്സോയാണ്, വെർബൽ പോക്സോയാണ്. എന്നിട്ട് കൂടിയും ആരും അതിന് വലിയ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മറിച്ച് അത് വല്ല രാഹുൽ ഈശ്വരോ രാഹുൽ മാങ്കൂട്ടത്തിലോ മുകേഷ് നായരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര വലിയ വാർത്തകളാണ്, നല്ലതാണ്, ഫ്രീ പബ്ലിസിറ്റിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എപ്പോഴും സൂയിസൈഡ് ചെയ്തതിനാണ് പറയുന്നത്. കാരണം ആ ഒരു ടൈം, ഒരു ന്യൂസ് ഓടുന്ന ഒരു 24 hours ടൈമുണ്ട്. ആ ടൈം ഓവർകം ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിരിച്ചുകൊണ്ടാണ്, എനിക്കിങ്ങനെ ഒരു അലിഗേഷൻ വാർത്ത വന്നപ്പോൾ വിത്തിൻ 1 hour ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടു. ബിക്കോസ് ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ബിക്കോസ് എനിക്കറിയാം ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇത് വരുന്നു എന്നുള്ളത്. നമ്മളത് പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടോ ഒരു കാര്യമില്ല. ഇപ്പം ഞാനത് ഓവർകം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇനി നാളെ വരുന്ന നമ്മളെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേർക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് വരാം. അത്തരം പ്രോബ്ലംസ് നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശക്തമായിട്ട് നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരം ഭാഷ ഒരു നിവൃത്തിയില്ലാത്തൊരു പയ്യൻ എന്നെ വിളിച്ചു. അവന് ഷൂ കടയിൽ നിൽക്കുന്ന പയ്യനാണ്. അപ്പോൾ അവർ ഷൂ കടയിൽ വന്ന് ഒരു പെണ്ണുമായിട്ട് അവൻ റിലേഷൻഷിപ്പിലാവും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് അവൾ പറയുന്നത്. അവനോട് കള്ളം പറഞ്ഞ് കോളേജ് പഠിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ വലിയ കമ്പനിയായി. അവൻ ഷൂ അവൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരെ വീട്ടുകാരത് കണ്ടുപിടിക്കുന്നു. ഉടനെ തന്നെ കുട്ടിയുടെ അച്ഛൻ കൊണ്ട് പോക്സോ കേസ് കൊടുത്തു അവരെതിരെ. അപ്പം അവനൊരു നിവൃത്തിയില്ല ഈ കേസ് വാദിക്കാനോ എന്നുള്ള അവസരം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി അഡ്വക്കേറ്റിനെ വെച്ച് കൊടുത്ത്, അയാളുടെ ഫീസ് ഞാനാണ് കൊടുത്തത്. അതുപോലെ രാഹുലും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുകയാണ്. ഞാനിപ്പം നാളെ ലോ കംപ്ലീറ്റ് ചെയ്താൽ ഫ്രീ ആയിട്ട് ഓഫ് കോഴ്സ് ഇത്തരം കേസുകൾക്ക് നമ്മൾ പോയി അപ്പിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വക്കീലിനെ വിട്ട് ആൻസിപ്പറ്ററി എടുക്കുന്നെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ഡീൽ. പ്രത്യേകിച്ച് പോക്സോ പോലത്തെ ഒരു കേസ് ആണെങ്കിൽ ഒരു മിനിമം ഒരു 25,000 to 50,000 ഇല്ലാതെ ഒരു ബെയിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കേസിൽ ഒരു അഡ്വക്കേറ്റ് വന്ന് വാദിച്ചത് എനിക്ക് ഫ്രീ ആയിട്ട് കൊളാബായിട്ട് പുള്ളിക്ക് അത് എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് സീരിയസ് ആയിട്ട് ഞാൻ അതുവരെ ഈ കൊളാബിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മുകേഷ് നിൻ്റെ കേസ് ഞാൻ നോക്കിക്കോളാം. ലക്കിലി വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് ഫസ്റ്റ് അപ്പിയറൻസിൻ്റെ ബെയിലും കിട്ടി. അപ്പം ഞാൻ ആ ഒരു കാര്യമില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ, മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് ഐ ക്യാൻ അഫോർഡ് എനി ഫീസ്. ബട്ട് സാധാരണ ഈ ഷൂ കട എന്ന പയ്യന് അവന് ഒരു ചെറിയ ഫീസ് പോലും കൊടുക്കാൻ നിവൃത്തിയില്ല. അവൻ എന്നെ വിളിച്ചു. ചേട്ടൻ്റെ മെൻസ് കമ്മീഷൻ്റെ വീഡിയോ ഞാൻ കണ്ടു, രാഹുൽ ഈശ്വര ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ രാഹുൽ ഈശ്വര ചേട്ടൻ പറഞ്ഞു ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചതാണ്. ഞാൻ അവന് ആ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അത് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനൊന്നുമല്ലല്ലോ. ഇറ്റ്സ് ഫോർ സൊസൈറ്റി, ഇറ്റ്സ് ഫോർ, ഞാൻ പറഞ്ഞു, താങ്കൾ നേരിട്ടൊരു സ്ത്രീ ആണെങ്കിൽ കൂടിയും താങ്കളെ ചുറ്റിപ്പറ്റിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇറ്റ്സ് യുവർ ഫാദർ, യുവർ ബ്രദർ, മേ ബി യുവർ അപ്കമിങ് ഹസ്ബൻഡ്, ദേ ഓൾ ആർ മെൻ. അപ്പം അവരൊക്കെ നാളെ പെടേണ്ടി വന്നിരിക്കാം അല്ലെങ്കിൽ പെടാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ ഒരു കവചം പോലെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നൊരു കാര്യമാണ്. കാരണം നമുക്കുണ്ടായ ഒരു അനുഭവം
വേറെ ആർക്കും ഉണ്ടാവരുതെന്നുള്ളതാണ്. ലക്കിലി എൻ്റെ കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ലെങ്കിൽ ഞാനൊരു വിഷയം ഇവിടെ ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുമല്ലോ, കസ്റ്റഡിയൊക്കെ നീട്ടിക്കൊണ്ട് പോയി ചിലപ്പം ഈ ഹൈക്കോടതിയിൽ പോയി ജാമ്യം കിട്ടിയില്ല, സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നേനെ. പക്ഷേ ലക്കിലി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൂഫുകൾ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നിയമത്തിലാണ്. ലൈക്ക് ലോ ഈസ് അൾട്ടിമേറ്റ്. ഒരു സാധാരണക്കാരൻ്റെ ഇന്നും സാധാരണക്കാരൻ്റെ ആശ്രയം സത്യം പറയല്ല പോലീസോ മന്ത്രിമാരോ MLA മാരോ ഒന്നുമല്ല, പഞ്ചായത്ത് മെമ്പർ പോലും അല്ല, നിയമം തന്നെയാണ്. നിയമത്തിന് ഒരൊറ്റ പ്രത്യേകതയുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ നിയമം ഒരിക്കലും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ലൈഫ് കൊണ്ട് അത് പ്രൂവ് ആയ കാര്യം. അല്ല, അതുകൊണ്ടാണ് ചേട്ടൻ നേരത്തെ ചോദിച്ചില്ല എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണോ റൈറ്റ് അല്ലെങ്കിൽ എന്താണോ തെളിവ് വെച്ചിട്ട് ഇപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ അറിയുന്നതിന് മുമ്പേ അയാൾ കുറ്റവാളി എന്ന് പറഞ്ഞാൽ അയാളെ കോർണർ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാവുന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ പയ്യനുണ്ട്. അപ്പോൾ പുള്ളി എല്ലാവർക്കും അറിയാന്നുള്ളത് VJ മച്ചൻ, പുള്ളിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടി പുള്ളിയോട് പറഞ്ഞിരുന്ന ഏജ് 22 years ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടിക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയുടെ അച്ഛൻ പരാതി കൊടുക്കുന്നു, പുള്ളി പോക്സോ കേസിൽ പ്രതിയായി. ഈസ് ഇന്നസെന്റ്, എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിയുടെ കുറേ നാൾ പുള്ളി എന്നെ പേഴ്സണലി വിളിച്ച് പുള്ളി ജയിലിൽ പോയി. ഇതാണ് മിസ്യൂസ് ഓഫ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ആ ഒരു മിസ്യൂസ് ഭയങ്കരമായിട്ട് നടക്കുന്നത്. ഏറ്റവും വണ്ടർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് പോക്സോ ആക്ട്. എന്ന് വെച്ചാൽ നല്ലതിനും ചീത്തയ്ക്കും എന്തിനും ഈ പറഞ്ഞ ഇരുതല വാളാണ് പോക്സോ എന്ന് പറയുന്നത്. കാരണം നല്ല കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതുപോലെ ഇതുപോലെ ഒരാളെ ഏറ്റവും എളുപ്പം കുടുക്കിലാക്കാൻ ഇന്ന് നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ഏറ്റവും വലിയ ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ചേട്ടൻ ഈ പറഞ്ഞതിന് വേറൊരു വശമുണ്ട്. അതായത് മെൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നു, പുരുഷന്മാരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചത്തെ പത്രം എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വരുന്നുണ്ടെന്നറിയാം. റേപ്പ് കേസസ്, അതായത് കഴിഞ്ഞ ദിവസം വയനാട് ആസിഡ് അറ്റാക്ക് നടന്നു, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് പേടി ഉള്ള ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ചത്തെ ഒരു ന്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മെൻസ് കമ്മീഷൻ വന്നു കഴിയുമ്പോൾ ബേസിക്കലി നമ്മളിപ്പം നിങ്ങളുടെ ഓപ്പറേഷനിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജെൻഡർ വോറാണ് കാണുന്നത്. അതായത് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞാൽ സോറി ടു ഇൻ്റർഫിയർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരെയല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്കെതിരെ വ്യാജ പോക്സോ കേസ് കൊടുത്ത പെൺകുട്ടിയോട് എനിക്കിപ്പോഴും സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അതിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മേ ബി പൈസ കിട്ടുമെന്ന് പറഞ്ഞു, മേ ബി അല്ലെങ്കിൽ കേസ് നിങ്ങൾക്ക് അനുകൂലമായി കഴിഞ്ഞാൽ വലിയ ഹെവി കോമ്പൻസേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ആ കുട്ടി എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപം. ഞാൻ നമ്മൾ ലീഗലി അത് ഫൈറ്റ് ചെയ്യും. ഒന്നാമത് എനിക്ക് 1 വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ വക്കീലിന് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല സുഹൃത്തായതുകൊണ്ട്. രണ്ടാമത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സംഭവങ്ങൾ ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാർ ലഘൂകരിച്ച് കാണുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിവിൻ പോളിയുടെ കേസ്. നിവിൻ പോളി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു. അതിൽ ഡേറ്റ് ഉൾപ്പെടെയാണ് പെൺകുട്ടി പോസ്റ്റ് ഇടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. നിവിൻ പോളി അടുത്ത ദിവസം പ്രസ് മീറ്റ് വിളിക്കുന്നു. കുട്ടി പറഞ്ഞ ഡേറ്റിൽ പാസ്പോർട്ട് പ്രകാരവും വിഷ്വൽ ഡോക്യുമെൻറ്റ്സ് പ്രകാരം നിവിൻ പോളി കൊച്ചിയിലാണ്. കുട്ടി പറഞ്ഞത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്. അപ്പം ഈ പറയുന്ന പ്രൂഫ് നിവിൻ പോളിയുടെ കയ്യിൽ പാസ്പോർട്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ മീഡിയ എല്ലാം വാർത്ത കൊടുത്തില്ല. 2 ദിവസം നിവിൻ പോളി പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ടി വന്നു. പക്ഷേ നിവിൻ പോളി ശക്തമായിട്ട്, എനിക്കൊക്കെ ഇൻസ്പിറേഷൻ ആയത് നിവിൻ പോളിയെ പോലുള്ള ആൾ, വിജയ് ബാബു ഒക്കെ നമുക്ക് ഇൻസ്പിറേഷനാണ്. അവർക്കൊന്നും മെയിൻ സ്ട്രീമിൽ ഇറങ്ങി പ്രവർത്തിക്കാറില്ല, പക്ഷേ നമ്മളോടൊക്കെ ഒരു സൈലൻ്റ് സപ്പോർട്ട് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി ഇപ്പോൾ ഈ പറയുന്ന നിവിൻ പോളിയുടെ കേസിൽ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നിവിൻ പോളി അത് ഫൈറ്റ് ചെയ്തു. നിവിൻ പോളി പ്രൂഫ് ഹാജരാക്കി സോഷ്യൽ മീഡിയയിൽ തന്നെ. നിവിൻ പോളിയുടെ കേസിലെ പെൺകുട്ടി അതിജീവിത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിജീവിത എന്ന് പറഞ്ഞത് നിയമത്തിൻ്റെ ഒരു സംരക്ഷിത വാക്കാണ്. പെൺകുട്ടിയുടെ പേര് ഉപയോഗിക്കാതിരിക്കുന്നത്. സപ്പോർട്ട് വിക്ടിം എന്ന് പറഞ്ഞൊരു നമ്മുടെ IPCയിലുണ്ട്. പണ്ട് IPCയിലുണ്ടായിരുന്നതാണ് 15A എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു അബ്രിവേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യാണ് ഇവിടെ ആൾക്കാർ. ഞാനൊരു അതിജീവിതൻ, അപ്പോൾ അതിജീവിതൻ, അപ്പോൾ നിവിൻ പോളിയല്ലേ ഈ കേസിൽ അതിജീവിതൻ? നിവിൻ പോളിയെ അതിൻ്റെ അത് വ്യാജ കേസിൽ പെടുത്താൻ നോക്കിയതിൽ അതിനുശേഷം നിവിൻ പോളി ആ പെൺകുട്ടിക്കെതിരെ പരാതിപ്പെട്ടിട്ട് കേസ് എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അയാളെ വ്യാജ കേസിൽ കൊടുക്കാൻ നോക്കി, എന്നിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഷീ ഈസ് ഫ്രീ നോ. അപ്പം അവിടെയാണ് ഈ ദുരുപയോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഇപ്പോൾ ജെന്യുവിനായിട്ട് ആണ് ആ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ നിവിൻ പോളി തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. നിവിൻ പോളി അറസ്റ്റ് ചെയ്യപ്പെടണം, ജയിലിൽ അടയ്ക്കപ്പെടണം. പക്ഷേ അയാൾ ചെയ്തിട്ടില്ലല്ലോ.
നമ്മൾ ഈ വാർത്ത വന്ന 2 ദിവസം ഞാൻ ഉൾപ്പെടെ ജഡ്ജ് ചെയ്തു നിവിൻ പോളിയെ. ഞാൻ ഉൾപ്പെടെ ജഡ്ജ് ചെയ്തു. അയാൾ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ ജഡ്ജ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് നിവിൻ പോളി, അതായത് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇവിടെ പബ്ലിക് ചെയ്യുന്ന എന്താണ്, ഒരാൾക്കെതിരെ ഒരു FIR ലോഡ്ജ് ആയാൽ അയാൾ ആ കേസിൽ, ഇപ്പോൾ റേപ്പ് കേസ് ഒരാൾക്കെതിരെ FIR രജിസ്റ്ററായി, അയാൾ അതിൻ്റെ പ്രതിയാണെന്ന് പബ്ലിക് അങ്ങ് തീരുമാനിക്കുകയാണ്. കോടതിയിൽ നിന്ന് വിധി വന്നിട്ടില്ല. കോടതിയിൽ നിന്ന് വിധി വരാതെ എങ്ങനെ അയാൾ കേസിൽ പ്രതിയാവും? ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇന്ന് ഒരാളെ ഏറ്റവും എളുപ്പം നാറ്റിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാളെ ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഒരു മൊളസ്റ്റേഷൻ പരാതി എന്ന് പറയുന്നത്. ആ വാർത്ത വരുന്ന 24 hours അവൻ്റെ ഒരു ഇമേജ് അങ്ങ് ടാർണിഷായി കിട്ടും. പിന്നെ അവന് കിട്ടാനുള്ള ഗുഡ് വില്ല് നഷ്ടപ്പെടുത്തും. ഇതാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അത് കൊള്ളാവുന്ന ഈ കുടുംബത്തിലുള്ളവരെയും അല്ലെങ്കിൽ കൊള്ളാവുന്ന മൈലേജ് ഉള്ളവർക്കെതിരെ വരുള്ളൂ. ബേസിക്കലി ഒരു അത്യാവശ്യം ഒരു ക്ലൗട്ടുള്ളവർക്കെതിരെ വരുള്ളൂ. ഒരു സാധാരണ ഒരാൾക്കെതിരെ വന്നിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് ഇപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന വാർത്തകളൊക്കെ വ്യാജമാണെന്നാണോ പറയുന്നത്? എല്ലാം വ്യാജമെന്ന് പറയുന്നത്. പക്ഷേ ആ വാർത്തകളുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുന്നേ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണ്. അതിനെതിരെയാണ് നമ്മൾ പറയുന്നത്. അയാളിപ്പം ഇതേ സെയിം കേസ് തന്നെ, ഇപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ പ്രൂവ് ആവട്ടെ, നമ്മൾ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾക്കൊരാളെ ചൂഴ്ന്നു നോക്കാൻ ചക്കയോ മാങ്ങയോ ഒന്നുമല്ല ഇത് നിയമത്തിന് മാത്രമേ അതിൽ കൃത്യമായൊരു വിധി കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോ ഈസ് അൾട്ടിമേറ്റ്. മനസ്സിലായില്ലേ? അതിനാണ് ഈ ലോ വെച്ചിരിക്കുന്നത്. പഴയ ലോയൊക്കെയാണ് അതിൽ ചേഞ്ചസ്. ഇപ്പം പോക്സോ ആക്ട് തന്നെ എപ്പോഴും അതിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം കുറേ ചേഞ്ചസ് വരും. ഇപ്പം 1 and 2, 3 and 4, 5 and 6, 7 and 8, അതിൽ ഏറ്റവും ചെറിയ 11 and 12 വരെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പല സാധനങ്ങൾ ഓരോരോ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിലൊക്കെ ചേഞ്ചസ് വരാം. ഇത് 2012 November 14 പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. 2012 November 14. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പേപ്പർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ആദ്യമായിട്ട് വരുന്നത് ജൂലൈ 12 ജൂലൈ 12 അത് ആദ്യം വരുന്നത്. അതിന് നിലവിൽ വരുന്നത് November 14. അത്രയും ഇൻഡെപ്തായിട്ട് ഞാൻ ആക്ടിനെ കുറിച്ച് പഠിച്ചു. കാരണം അവർ ആക്ട് നമുക്കെതിരെ വരുമ്പോൾ എന്താണ് ആക്ടിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പോസിറ്റീവുള്ള ആക്റ്റാണത്, ഒരുപാട് നെഗറ്റീവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കെതിരെ പോലീസിലൊരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ശ്രീനിധി ഒരു കംപ്ലയിൻറ്റുമായിട്ട് പോയി, ഇറ്റ്സ് ജെനുവിൻ ഓർ നോട്ട് ജെനുവിൻ, അത് നമ്മുടെ ഇഷ്യൂ അല്ല. പക്ഷേ താങ്കളൊരു FIR ലോഡ്ജ് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ പോലീസിനോട് താങ്കൾ പറയുന്ന മൊഴി പോലീസ് എഴുതിയെടുക്കും. എന്ത് തന്നെ ആയാലും, വാട്ട് എവർ ഇറ്റ് ഈസ്, പോലീസ് എഴുതിയെടുത്തേ പറ്റൂ. ദാറ്റ്സ് ദെയർ ജോബ്. എന്നിട്ട് ദേ വിൽ ലോഡ്ജ് എ കംപ്ലയിൻറ്റ്. ആ ഒരു FIR ലോഡ്ജ് ചെയ്യും. നിങ്ങളുടെ കംപ്ലയിൻറ്റ് അനുസരിച്ചിട്ട് ഒരു FIR ലോഡ്ജ് ചെയ്യും. ആ FIR നിങ്ങൾ പറയുന്നതിനൊക്കെ ഓരോ വകുപ്പെടും പോലീസ്. എനിക്കെതിരെ എൻ്റെ FIR കണ്ടിട്ട് ഞാൻ ദുബായിൽ നിന്ന് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. കേട്ടിട്ടാകുമ്പോൾ ഒരു 8-9 പേജാണ്. അപ്പം തന്നെ ഞാൻ വളരെ അടുത്തറിയാന്നുള്ള നിയമവിദഗ്ധർ, ഞാൻ പഠിക്കുന്ന ലോ അക്കാഡമിയിലായതുകൊണ്ട് അയച്ചു കൊടുത്തപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ട് പറയും, ഇത് കാണുമ്പോൾ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒന്നാമത് സംഭവം നടന്നിട്ട് ഷൂട്ട് നടന്നിട്ട് 6 മാസത്തിന് ശേഷമാണ് കുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷൂട്ട് നടന്നപ്പോൾ കുട്ടിയുടെ അമ്മ കൂടെയാണ്, അത് കുട്ടി ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ്. പിന്നെ കുട്ടി കൊളാവ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെനിക്ക് വെയിൽ കിട്ടി എന്ന് തന്നെ പറയാം. കാരണം കറക്റ്റാണ്, അത്രയും ഇതുള്ള ആൾക്കാരാണ്. പക്ഷെ മറിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചാർജ് മാത്രം എഴുതി, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ് എഴുതി ചേർത്തിട്ട്, വേറൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ചാർജ് മാത്രമാണ് ആ കുട്ടി എഴുതി ഒരു പക്ഷേ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ജഡ്ജ് അത് പ്രകാരം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ. മനസ്സിലായി? ഇതിങ്ങ് ഉള്ള ചാർജസ് മുഴുവൻ അങ്ങ് എഴുതി അങ്ങ് അതിൻ്റെ അകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു കാണുമ്പം തന്നെ, ഒരു FIR കാണുമ്പം തന്നെ ഒരു ജഡ്ജിനും അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനും ഒരു അഡ്വക്കേറ്റിനും സംഭവം മനസ്സിലാവും. അത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരത് ചാർജ് ഷീറ്റ് വായിക്കുമ്പോൾ, കേസ് ഡയറി വായിക്കുമ്പോൾ അവർക്കറിയാം, ഇതെങ്ങനെയാണ്, ഓക്കെ ശരി. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ബെയിൽ ചെയ്യുന്നത്. എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ടില്ല, ട്രാവൽ ബാൻ ഇല്ല, ഒന്നുമില്ല. സ്റ്റേഷനിൽ പോയി ഒരു ദിവസം പോകണം, ദാറ്റ്സ് ഓൾ. പോയി ഒപ്പിടണം, ദാറ്റ്സ് ഓൾ. ഒരേ ഒരു ഒപ്പിടാനോ ഇല്ല, സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ ജാമ്യക്കാരെ ഹാജരാക്കി ജാമ്യം എടുക്കണം, ദാറ്റ്സ് ഓൾ. 2 ആൾക്കാർ ജാമ്യം ഇത് പോക്സോ കേസിന്. അപ്പോൾ അത്രയും ലൈറ്റ് ഇൻറ്റൻസിറ്റി ആയിട്ട് എൻ്റെ ഒരു കേസിനെ കോടതി കണ്ടിട്ട് പോലും ഞാൻ ഒരുപാട് ഇതിൽ വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ്. മീഡിയയിലായാലും സോഷ്യൽ മീഡിയയിലായാലും. പക്ഷേ ഞാൻ അത് ആ ഒരു കാര്യത്തിൽ ഞാനിപ്പം വളരെയധികം അതിൽ പോസിറ്റീവായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് എനിക്കിപ്പം ഈ ഒരു ആക്ടിനെ കുറിച്ചൊരു ഇൻ്റർനാഷണൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ മിഷൻ മെൻസ് കമ്മീഷനായിട്ട് മുന്നോട്ട് വന്നത്. ഇന്ന് ഇന്ത്യയിൽ രാജ്യസഭയിലെങ്കിലും ആ ഒരു MP അങ്ങനെ ഒരു ബില്ല് പ്രസൻറ്റ് ചെയ്തത്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് വെൻ മുകേഷ് നായർ ഈസ് ഫാൾസ്ലി അലീഡ് വിത്ത് പോക്സോ.
അപ്പോൾ അതിനൊരു കാരണഭൂതം ഇന്ത്യൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു കാരണഭൂതനാവാൻ എന്നെപ്പോലെ കേരളത്തിൽ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു സാധാരണക്കാരന് പറ്റിയെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് നന്ദിയുള്ളത് ഇത് പറഞ്ഞതുപോലെ വ്യാജ കേസ് കൊടുത്തവരോടാണ്. സത്യം വെരി താങ്ക്ഫുൾ ടു ദം. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ യൂറോപ്പിലൊക്കെ പോയി നമ്മൾ മറ്റേ ബ്രാൻഡൊക്കെ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചെന്ന് വീഴുന്നെങ്കിൽ കൂടിയും തിരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധനങ്ങളായിട്ടാണ് തിരിച്ച് വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെന്തോ അതൊരു ദൈവനിമിത്തം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്കത് ഭയങ്കര ഓവർ കോൺഫിഡൻസും സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രശ്നം പറ്റിയപ്പം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല, എനിക്കും മേ ബി സങ്കടം ചെറിയ രീതിയിലോ എന്തിനായിരുന്നു നമ്മൾ ചെയ്യാത്തൊരു സാധനമാണല്ലോ എന്നൊക്കെ നമ്മൾ വിഷമിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ ഞാൻ തിരിച്ച് കേസ് ബെയിൽ കിട്ടി എയർപോർട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ വന്നു. നമ്മൾ മറ്റേ ഒരു സ്റ്റോറി ഇട്ടിട്ടാണ് ഞാൻ വന്നിട്ട് കമ്മിങ് ബാക്ക് ടു ട്രിവാൻഡ്രം എന്നുള്ളത്. ആ ഒരാഴ്ച ഞാൻ ചെയ്തത് ഓൾമോസ്റ്റ് 15+ ഇനോഗ്രേഷൻസാണ് വിത്തിൻ 1 വീക്ക്. അപ്പം അത്രയ്ക്കൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി ആൾക്കാർ ഏത് ലാഘവത്തോടെയാണ്, ഏത് രീതിയിലാണ്. പക്ഷെ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നവരുണ്ട്. അത് കാരണം എനിക്ക് നേരിട്ട് അറിവില്ല, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, എൻ്റെ അറിവിലില്ല. പക്ഷേ ഒരുപാട് പോസിറ്റീവ്സ് എനിക്കുണ്ടായെന്നുള്ളതാണ്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര്, പിന്നെ എൻ്റെ കോളേജ് എന്നെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ, ലൈക്ക് ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം ഞാൻ ഫൈറ്റ് ചെയ്ത രീതി തന്നെ കോളേജ്, ലൈക്ക് അവർ ആ ഒരു നിയമത്തിൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. അപ്പം അവർ ഒരുപാട് എന്നെ എൻകറേജ് ചെയ്തു. എൻ്റെ ഡയറക്ടർ അനിൽകുമാർ സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറയണം, മുകേഷ് കൊളംബോയിലൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട്, നിങ്ങൾ പോകണം. ഞാനും മടിച്ചു. സീരിയസ്ലി ഞാൻ സാർ ഞാൻ അത് ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരാണ്, മുകേഷ് പ്രസൻറ്റ് ചെയ്യേണ്ട പേപ്പർ മിസ്യൂസ് ഓഫ് പോക്സോ. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾ പോലും എന്നെ അത്രയും എൻകറേജ് ചെയ്തിട്ടാണ്. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് പറയാം, കാരണം നിങ്ങൾ അത്തരത്തിലൊരു വ്യാജമായ കേസിൽ അകപ്പെട്ട ആളാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് പേപ്പർ പ്രസൻറ്റ് ചെയ്യും. അതിന് സാർ എന്നോട് പേപ്പർ പ്രസൻറ്റ് ചെയ്തു, വൺ ഓഫ് ദ ബെസ്റ്റ് പേപ്പറായിട്ട് സെലക്ട് ചെയ്തു. സാറിനോട് പറഞ്ഞു, നമുക്ക് ഈ ബുക്ക് സംബഡി ഫ്രം സെൻട്രൽ ഗവൺമെൻറ് നമ്മളത് റിലീസ് ചെയ്യിപ്പിക്കും, അതൊരു സ്റ്റഡി മെറ്റീരിയലായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഒരു സംബഡി, കൊളംബോ യൂണിവേഴ്സിറ്റി ഓൾസോ വെരി ഇൻട്രസ്റ്റഡ്, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി കൊണ്ട് നമ്മൾ ഏറ്റെടുപ്പിക്കും. കാരണം അതൊരു മിസ്യൂസ് ഓഫ് ആക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റി. അതിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ എന്തോ പറയുമല്ലോ, നമ്മളെ പിടിച്ച ഒരാൾ ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിട്ട് നമ്മൾ തിരിച്ച് വലിയ നിധി കുംഭമായിട്ട് തിരിച്ച് വന്ന ഒരു ഫീലിംഗാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് കെയർ വാട്ട് ദേ തിങ്ക്. ബട്ട് എനിക്ക് പേഴ്സണലി ഉള്ളത്, ഇങ്ങനെ ഒരു സാധനത്ത് നമ്മൾ പോയി വീണു, തിരിച്ച് വന്നപ്പോൾ എന്തോ വലിയൊരു കുഴി തള്ളിയിട്ടപ്പം ആ കുഴിയിരുന്ന് ഞാൻ കുറച്ച് കുഴിച്ചപ്പോൾ എന്തോ ഒരു വലിയ സാധനം എൻ്റെ കയ്യിൽ തടഞ്ഞു. ഇനി ഈ സാധനങ്ങൾ തടയുമായിരിക്കും. അതിൽ കൊണ്ടുവന്ന് 2-3 മറ്റേ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതുപോലത്തെ സാധനങ്ങളാണ് ഈ ഇൻ്റർനാഷണൽ ഒരു റെക്കഗ്നേഷനും ഇതുപോലത്തുള്ള ഒരു പുതിയൊരു ബ്രാൻഡിലേക്കുള്ള കൊളാബറേഷനും. നമ്മളത് ദുബായിലേക്ക്, ഇന്നിപ്പം UAE ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡാണ് തുറുപ്പുകുലാൻ. സ്റ്റോക്കില്ല, ഇപ്പോൾ കടലിൽ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ യൂണിസാറ്റ് ഗ്ലോബലിൽ 92 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഔട്ട്ലെറ്റ്സിലും സാധനം സ്റ്റോക്കില്ല, കടലിൽ കിടക്കുന്നത്. അത് അത്രയ്ക്ക് ഡിമാൻഡുണ്ട് ആ സാധനം. അപ്പോൾ അത്തരത്തിലൊരു, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ JDയുടെ ഹണിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളിപ്പം ഹണി ഇറക്കാൻ പോവുകയാണ്. അതാണ് അതിൻ്റെ ഒരു തുറുപ്പുകുലാൻ ഹണി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലിപ്പ് എടുത്ത് കട്ട് ചെയ്യും, JDയുടെ ആ ട്രോള് കട്ട് ചെയ്യും. എന്നിട്ട് ഈ അടുത്ത പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് ഈ ട്രോള് വെച്ചിട്ടായിരിക്കും. JD ഹണിയുടെ ട്രോള് വെച്ചിട്ട് നമ്മൾ തുറുപ്പുകുലാൻ ഹണി ഇറക്കുമ്പോൾ ഈ സാധനം ഇറക്കും. നമ്മൾ ഇതൊരു സാധനം പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു സാധനമുണ്ട്, ഇതിങ്ങനെ വർക്കാവുമെന്ന്. ആ ഒരു ഞാനൊരു സംസാരിക്കുമ്പോഴും കെയർഫുള്ളാണ്. അതുപോലെ ഞാൻ തിങ്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് റാങ്ക് ഹോൾഡർ MPA കേരള യൂണിവേഴ്സിറ്റി, അതും കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ അഭിമാനമാണ്. അപ്പം ഞാൻ എവറിത്തിങ് ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ, ഒരു ബ്രാൻഡിങ് ആസ്പെക്റ്റിലേ ഞാൻ ചിന്തിക്കുള്ളൂ. അതിലൂടെ എന്ത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടും. ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2500+ ബ്രാൻഡ്സ് ഉണ്ട്. ഈ കേസ് വന്നതിന് ശേഷം കൂടി ഒരുപാട് ബ്രാൻഡുകൾ, അതും കിട്ടില്ല ബ്രാൻഡ്സ്. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഫർണിച്ചർ ശൃംഖല ഡിമോസ് ഏറ്റവും കൂടുതൽ ഇപ്പം മയൂരീസ്, അങ്ങനെ കുറേ ഇപ്പം പേരെടുത്ത് ഒരുപാട് ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ബ്രാൻഡുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പലരും എന്നോട് പറഞ്ഞു, മേ ബി ഈ ഒരു കേസ് വന്നുകൊണ്ട് ഇറ്റ് മേ അഫക്റ്റ് യുവർ കരിയർ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ്. പക്ഷേ എനിക്കുണ്ടായത് നേരെ വിപരീതമായിട്ടുള്ള അനുഭവമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അത് ഞാൻ ഇപ്പോഴും ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് സുഹൃത്ത് പലരും എന്നെ വിളിച്ച് പറഞ്ഞു, നീ കുറച്ച് നാളത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യേണ്ട കേട്ടോ, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ആഗ്രഹിച്ചെങ്കിൽ കൂടി എന്നെ അങ്ങനെ നിൽക്കാൻ ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം നമ്മളെ ആ ഒരു സ്പേസിലേക്ക് ആൾക്കാർ
വീണ്ടും വിളിച്ചുകൊണ്ട് ഇടുകയാണ്. ലൈക്ക് അത്തരം ബ്രാൻഡിൽ ഇന്നിപ്പോൾ കൊച്ചിയിൽ വന്നത് തന്നെ വേറൊരു ബ്രാൻഡ് കൊളാബറേഷനുമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു നെഗറ്റീവ് കാര്യമാണ് നമ്മൾ പോസിറ്റീവ്. എന്തിനും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവിന് വാല്യൂ ഉള്ളൂ എന്നാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് നമ്മൾ പോസിറ്റീവാക്കി എടുത്തു. അപ്പോൾ ഞാനിത് ഈ കാര്യം നിങ്ങളോട് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം, എല്ലാവരുടെയും ലൈഫിൽ നെഗറ്റീവ്സ് വരും. ഇപ്പം ഒരാൾ ട്രാപ്പ് ചെയ്തതാവാം, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മനഃപൂർവ്വപ്പെടുത്തി, അല്ലെങ്കിൽ ഇതൊക്കെ ആവാം. പക്ഷേ നമ്മൾ അതിലൊന്നും വിഷമിക്കാതെ നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് അതിൽ നിന്ന് കൊണ്ടുവരാം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വ്യാജ കേസൊന്നും നിങ്ങളാരും ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ആ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. നമ്മളെയൊക്കെ നമ്മൾ പേഴ്സണലി ഒന്ന് സഹായിച്ചു തരാം. ആരും നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത്. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ തോറ്റു, അവരും തോറ്റു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.